ഹായ് ഫ്രണ്ട്സ്, ഇത് അക്വാപോണിക്സിൻ്റെ ആദ്യ വിളവെടുപ്പാണിത്. അക്വാപോണിക്സ് നമ്മൾ വെച്ചിട്ടൊരു വർഷത്തോളം ആകുന്നു. അതിനുശേഷം എടുക്കുന്ന ആദ്യത്തെ വിളവെടുപ്പാണ്. ഇതിനകത്ത് ഞാൻ 200 വരാലിൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടതാണ്. നമ്മുടെ നാടൻ വരാലല്ല, ഇത് പെല്ലറ്റ് തിന്നുന്ന വരാലിൻ്റെയാണ്. ഇത് വിയറ്റ്നാം വരാൽ. അപ്പോൾ അതിൻ്റെ വലിപ്പം ചെറുതായിരുന്നു. ഒരു 2 ഇഞ്ച് നീളമുള്ള വരാലിൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടതാണ്. ഇപ്പോൾ ഇത്രയൊക്കെ ആയി. ഇതിൻ്റെ ഫുഡ് കുറവായതുകൊണ്ടാണ് ഇത് വലുതാകാത്തത്. അതുപോലെ തന്നെ 200 എണ്ണം ഇട്ടാണ്. ഇത്ര എനിക്ക് തോന്നുന്നു 100 എണ്ണമൊക്കെ ഇട്ടാൽ മതിയായിരിക്കും. കൂടിപ്പോയെന്ന് തോന്നുന്നു എണ്ണം. അപ്പോൾ ഇതിൻ്റെ അക്വാപോണിക്സ് സിസ്റ്റത്തിൻ്റെ അറിയാമല്ലോ. അക്വാപോണിക്സിനകത്ത് നമുക്ക് ഒരേ സമയത്ത് മീനിനെ വളർത്താം, അതുപോലെ തന്നെ കൃഷിയും ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് അക്വാപോണിക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ മീനിൻ്റെയും അതുപോലെ ഫുഡിൻ്റെ വേസ്റ്റ് അമോണിയ അടങ്ങിയ വാട്ടറാണ്. അത് നമ്മൾ ഈ മണ്ണ് നിറച്ച ബക്സിനകത്ത് അടിച്ച് കയറ്റുക. അത് അവിടുന്ന് പിന്നെ അത് തിരിച്ചിറക്കി ഈ കുളത്തിലേക്ക് തന്നെ ഇടുക. എന്നിട്ട് അത് ആ അമോണിയ ആകുന്നതിനെ നൈട്രേറ്റ് ആക്കി മാറ്റി അതാണ് അതിന് ഫുഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് മീനെയും വളർത്താം, പച്ചക്കറിയും വളർത്താം. അതാണ് ഈ അക്വാപോണിക് സിസ്റ്റം എന്ന് പറയുന്നത്. അത് പല രീതിയിൽ നമുക്ക് ചെയ്യുവാൻ പറ്റും. എന്തായാലും അത് എനിക്ക് 200 ഇട്ട് ചിലപ്പോൾ 150 എണ്ണം കിട്ടുമെന്ന് സംശയമുണ്ട്. കുറച്ചൊക്കെ ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നും. അതുപോലെ തന്നെ മഴക്കാലം വരുമ്പോൾ അത് ചാടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത കണ്ടോ, അതിൻ്റെ നാടൻ മരലാണെങ്കിൽ അതിൻ്റെ വയറിൻ്റെ ഭാഗത്തൊരു ഗോൾഡൻ യെല്ലോ ആണ്. പക്ഷേ ഇതിൻ്റെ വയറിൻ്റെ ഭാഗത്തൊരു വൈറ്റ് കളറാണ് കാണുന്നത്. അതിൻ്റെ വലിപ്പം ചിലതൊക്കെ വലുതായിട്ടുണ്ട്, ചിലത് വലുതായിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഇത് വൃത്തിയായി കഴിഞ്ഞിട്ട് ആ ചെറുതിനെയൊക്കെ പിടിച്ച് വീണ്ടും അക്വാപോണിക്സൊക്കെ തിരിച്ചിടാം എന്നാണ് വിചാരിക്കുന്നത്. അത് ഇത്രയും കിട്ടിയാൽ ഇത്രയും വലുതായി പോരാ. നമ്മൾ ഫുഡിൻ്റെ അളവ് കുറഞ്ഞു പോയോണ്ടാണെന്ന് തോന്നുന്നു. കാര്യം ഈ പ്രോട്ടീൻ അടങ്ങിയ ഫുഡിന് വില കൂടുതലാണ്. വില കൂടുമ്പോൾ നമുക്കത് ഇത്രയും നേരം 3 നേരം കൊടുക്കുമ്പോൾ അത്രയും ചിലവ് എക്സ്പെൻസ് കൂടും. അതുകൊണ്ട് ഞാൻ 2 നേരം പ്രോട്ടീൻ അടങ്ങിയ ഫുഡും 1 നേരം സാധാ ഫുഡും ആണ് കൊടുത്തിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഈ വരാലിൻ്റെ എണ്ണം കൂടിപ്പോയെന്ന് തോന്നുന്നു. 200 എണ്ണം ഇടാൻ പറ്റത്തില്ല, 100 എണ്ണം മതിയായിരിക്കും. ഇനി അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ 100 എണ്ണമാക്കി ഇട്ട് നോക്കാം. ഇതിൽ മാത്രമേ അത് നല്ല വലിപ്പം വെക്കത്തുള്ളെന്ന് തോന്നുന്നു. എന്തുമായാലും നമുക്ക് ഈ പെല്ലറ്റ് കൊടുത്ത് അതേ സമയത്ത് തന്നെ പച്ചക്കറി കൃഷിയും ചെയ്യാം. ഒരു നഷ്ടം എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പം ഇതേപോലെ തന്നെ BSF ലാർവകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ ലാർവകളെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഫുഡാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. നമ്മുടെ അടുക്കള മാലിന്യങ്ങളിൽ നിന്നും ഉണ്ടാക്കാവുന്ന BSF ലാർവകളെ അത് യൂട്യൂബ് വീഡിയോയൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇച്ചിലൂടെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. ചെറുതിനെയൊക്കെ പിടിച്ചെടുത്ത് അത് നമ്മൾ തിരിച്ചിടാൻ വേണ്ടിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.